ഇന്നേ ദിവസം നമ്മൾ മനനത്തിനായിട്ടെടുക്കുക അതയുടെ സുവിശേഷം 9-ാം അധ്യായം 1 തുടങ്ങി 8 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളോട് വായിച്ചു കേൾക്കുന്നത്. 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധാപൂർവം നോക്കുന്നത് നല്ലതാണ്. ഈ തളർവാദ രോഗിയെ മറ്റുള്ളവരാണ് കിടക്കയോടുകൂടി എടുത്ത് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തളർച്ച ബാധിച്ച ഒരുപാട് മേഖലകളുണ്ട്. അങ്ങനെ തളർച്ച ബാധിച്ച മേഖലകളിൽ ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായിട്ട് സഹജീവികളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം, സഭാധികാരികളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അതുപോലെ തന്നെ അയൽവക്കക്കാരായിരിക്കാം. ആരുടെയെങ്കിലുമൊക്കെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരുടെ സഹായം നമ്മൾ ആത്മീയ രംഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ തളർച്ച ബാധിച്ച മേഖലകളിലുമൊക്കെ സമ്പാദിക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈശോ അവനോട് പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ തളർച്ച ബാധിച്ച മേഖലകൾ ഒരുപക്ഷെ ബിസിനസ്സിലായിരിക്കാം, ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിലായിരിക്കാം, ഒരുപക്ഷെ കൃഷിയിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ യാത്രകളിലായിരിക്കാം. എവിടെയൊക്കെയാണ് തളർച്ച ബാധിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ തളർച്ച ബാധിച്ച മനുഷ്യനൊക്കെയും ഒന്നാമതായി മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. രണ്ടാമതായി അവനെയൊക്കെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതുണ്ട്. മൂന്നാമതായി അവന് കിട്ടേണ്ടത് പാപമോചനമാണ്. പാപങ്ങളാണ് പല തളർച്ചകളുടെയും കാരണമായി മാറിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. പാപമോചനം ലഭിച്ചാൽ തളർച്ച പലതും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നോമ്പുകാലത്ത് പാപമോചനത്തിനുള്ള സാധ്യത നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കുമ്പസാരക്കൂടാവുന്ന സീലോഹായിൽ പോയി കുളിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പാപങ്ങളെല്ലാം മോചിച്ചു കഴിഞ്ഞാൽ തളർച്ചകളെ അതിജീവിക്കാനായിട്ട് പറ്റും. ഇവിടെ പ്രധാന ശ്രദ്ധേയമായ ഒരു കാര്യം, നിയമജ്ഞര് ഈ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റും. പാപങ്ങൾ ക്ഷമിക്കലല്ലോ തളർവാദ രോഗിക്ക് വേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. തളർച്ച ബാധിച്ചതിന് അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് നടക്കുക. അതിനപ്പുറത്തേക്ക് പാപങ്ങൾ ഒന്ന് മോചിച്ച് കിട്ടിയാൽ രോഗശാന്തിക്ക് പാപമോചനം അത്യന്താപേക്ഷിതമാണ് എന്നൊരു ചിന്ത കൂടി ഇതിൽ കൂട്ടത്തിൽ വളർത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. രോഗത്തിന് പല കാരണങ്ങളുണ്ടാകും. ശാരീരികമായ രോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. ഒന്ന് ശാരീരികമാണ്, മറ്റൊന്ന് ആത്മീയമാണ്, മറ്റൊന്ന് മാനസികമാണ്. ശാരീരികമാണെങ്കിൽ മരുന്നെടുക്കണം, മാനസികമാണെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വേണ്ടിവരും, ആത്മീയമാണെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാപമോചനം രോഗസൗഖ്യത്തിന് പോലും അത്യന്താപേക്ഷിതമാണെങ്കിൽ നമ്മുടെ തളർച്ച ബാധിച്ച സമസ്ത മേഖലകളിലും ഉണരാൻ വേണ്ടി പാപമോചനം അത്യന്താപേക്ഷിതമാണ് എന്ന് വരുന്നു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യം, ഈ തളർവാദ രോഗിയോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. പലപ്പോഴും ഈ ശയ്യ എടുത്തുകൊണ്ട് പോവുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയമാണ്. ഈ നോമ്പുകാലത്ത് നമ്മൾ കിടക്കുന്ന ശയ്യകൾ ഇറക്കിയാണ്. നമ്മൾ തളർന്നു കിടക്കുന്ന ശയ്യകൾ, നമ്മൾ സ്വസ്ഥമാണ് എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇരിപ്പ് എനിക്ക് സുഖമാണ്. ഇപ്പൊ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയും പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രത്യേകമായൊരു സ്ഥലമുണ്ടല്ലോ. ചിലപ്പോൾ വാതിക്കയായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ടിലായിരിക്കാം, ചിലപ്പോൾ ബാക്കിലായിരിക്കാം, ചിലപ്പോൾ സെൻട്രൽ പാർട്ടായിരിക്കാം, ചിലപ്പോൾ ചുമലിചാരിയായിട്ടായിരിക്കാം, ചിലപ്പോൾ പള്ളിക്ക് പുറത്തായിരിക്കാം. സ്ഥിരമായി നിൽക്കുന്ന ചില ഇടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ തളർച്ചയുടെ ശയ്യകളാണ്. നമ്മുടെ തളർച്ചയുടെ ശയ്യകളാണ് അതൊക്കെ. ഞാൻ ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാൻ വൈകി വീട്ടിൽ വരുള്ളൂ, ഇത്ര സമയത്തിന് ഞാൻ അതിന് മുമ്പ് ഞാൻ വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരത്ത് സമയം ചെലവഴിക്കുക, അതും ഒരു ശയ്യയാണ്, തളർന്നു കിടക്കുന്ന ശയ്യ. അപ്പോൾ
തളർച്ച ബാധിച്ചിട്ട് സ്വസ്ഥമാണ്, സുഖമാണ്, ഇതാണ് സുഖം എന്ന് വിചാരിച്ച് എവിടെ നമ്മൾ ഒതുങ്ങിക്കൂടുന്നുണ്ടോ അതൊക്കെ ശയ്യകളാണ്. ഈ ശയ്യകളും എടുത്താണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്ത് തളർച്ച ബാധിച്ച് മനുഷ്യനൊക്കെയും പാപമോചനം നേടുകയും രോഗശാന്തി നേടുകയും ഉണരുകയും എഴുന്നേൽക്കുകയും അവൻ്റെ ശയ്യയോടുകൂടി വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നോമ്പുകാലത്ത് നമ്മുടെ തളർച്ച ബാധിച്ച മേഖലകളെ നമ്മൾ ധ്യാനിക്കുക, പാപമോചനം കിട്ടാവുന്ന സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ അധ്യാപകരെ, നമ്മുടെ മക്കളെ ഒക്കെ ആരെയൊക്കെയാണോ ആശ്രയിക്കാവുന്ന അവരെയൊക്കെ ആത്മീയ മേഖലകളിൽ ആശ്രയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഈ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോകും. ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോകും. നമ്മൾ സ്വസ്ഥതയുടെ ശയ്യകൾ, തളർന്നു കിടക്കുന്ന ശയ്യകൾ, നമ്മൾ മസൽ പിടിച്ചിട്ടുള്ള ശയ്യകൾ, നമ്മുടെ ചില ശീലങ്ങളുടെ ശയ്യകൾ, ഇങ്ങനെ ഈ ശയ്യകളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. ഏത് വീട്ടിലേക്ക്? സ്വർഗമാകുന്ന വീട്ടിലേക്ക്, കാൽവരിയാകുന്ന വീട്ടിലേക്ക്. ഈ നോമ്പുകാലത്ത് നമുക്ക് ശയ്യയും എടുത്ത് പോകാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള ഉണർവ് എല്ലാ തളർച്ച ബാധിച്ച സമസ്ത മേഖലകളിലും, പ്രത്യേകിച്ച് ആത്മീയ മേഖലകളിൽ നമുക്കുണ്ടാകട്ടെ. ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ.